ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലൂയിഡ് മെഷീനറിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ 1 ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യനുകളും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് പഠിക്കുന്നതെന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനകത്ത് കുറേ കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റിനകത്ത് കുറേ കണ്ടീഷൻസ് വരുന്നുണ്ട്. ഫിക്സഡ് പ്ലേറ്റിൽ എങ്ങനെയാണ് വരുന്നത്, കർവ്ഡ് പ്ലേറ്റിനകത്ത് എങ്ങനെയാണ് വരുന്നത്, ഫിക്സഡ് പ്ലേറ്റിനകത്ത് അതേ ഫിക്സഡ് കണ്ടീഷൻ മാറ്റിയിട്ട് മൂവബിൾ കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോഴ്സ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കേസുകളാണ് വരുന്നത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ്. ഒരു സ്റ്റേഷനറി പ്ലേറ്റ് ഉണ്ടെങ്കിൽ, ഒരു സ്റ്റേഷനറി പ്ലേറ്റ് ആണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എക്സർട്ടർ കണ്ടുപിടിക്കും. എപ്പോഴൊക്കെയാണെങ്കിൽ ഫസ്റ്റ് കേസ് ദ പ്ലേറ്റ് ഈസ് വെർട്ടിക്കൽ, പ്ലേറ്റ് ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് ആണെങ്കിൽ. ദെൻ രണ്ടാമത്തതാണെങ്കിൽ കേസ് ബി എന്ന് പറയുന്നത് പ്ലേറ്റ് ഈസ് ഇൻക്ലൈൻഡ് കണ്ടീഷനാണെങ്കിൽ. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് പ്ലേറ്റ് കർവ്ഡ് കേസ് ആണെങ്കിൽ, പ്ലേറ്റ് ഈസ് കർവ്ഡ് കേസ്. അപ്പൊ ഈ 3 കേസിന്റെയും സ്റ്റേഷനറി പ്ലേറ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടിനകത്ത് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഫോഴ്സ് എക്സർട്ടഡ്, അതായത് വീണ്ടും ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ എ എന്താണ് ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഫിക്സഡ് പ്ലേറ്റ് എന്നല്ലേ പറഞ്ഞത്. അടുത്ത എന്താണ്, ഒരു മൂവിംഗ് പ്ലേറ്റ്. ഓൺ എ മൂവിംഗ് പ്ലേറ്റ്. ഒരു മൂവിംഗ് പ്ലേറ്റ് ആണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുക. അവിടെയും ഈ കണ്ടീഷൻസ് വരും. എന്താണ്, പ്ലേറ്റ് ഈസ് എ വെർട്ടിക്കൽ, പ്ലേറ്റ് ഈസ് ഇൻക്ലൈൻഡ് ആൻഡ് ദ പ്ലേറ്റ് ഈസ് ഇൻ കർവ്ഡ് ഷേപ്പ്. ഈ 3 കണ്ടീഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഓരോരോ കണ്ടീഷൻസ് എടുത്തു പഠിക്കുകയാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് കേസിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കേസ് വരുന്നത് പ്ലേറ്റ് സ്റ്റേഷനറി ആണ്, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. പ്ലേറ്റ് സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫ്ലാറ്റ് പ്ലേറ്റ് പഠിക്കുകയാണ്, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് വരയ്ക്കുകയാണ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് പ്ലേറ്റ് വരച്ചു. ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പൈപ്പിൽ കൂടെ എന്ത് വരുന്നു, നമ്മളുടെ ലിക്വിഡ് വരുന്നു. ആ പൈപ്പിൽ കൂടെ വന്ന് നേരെ എവിടെ വരുന്നു, ഒരു നോസിലേക്ക് വരുന്നു. അപ്പോൾ നോസിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിനകത്തെ ഡയമീറ്റർ കുറയാണ്. ഡയമീറ്റർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു, ഇതിനകത്തൂടെ പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, കൂടുതലായിരിക്കും. അപ്പൊ ഈ ജെറ്റ് വെലോസിറ്റിയിലാണ് നമ്മുടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്, കോണ്ടാക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കി ശ്രദ്ധിച്ച്, ഈ പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ഞാൻ v എന്ന് കൊടുത്തു. ഇവിടുത്തെ ഡയമീറ്റർ ഞാൻ എന്തെന്ന് കൊടുത്തു, d എന്ന് പറയുന്നു. ജെറ്റിന്റെ ഡയമീറ്റർ d എന്ന് കൊടുത്തു. ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബേസിക് എയിം. ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം. ഫോഴ്സ് കണ്ടുപിടിക്കുക. ഫോഴ്സ് എക്സർട്ടഡ് ആണ്. ഫോഴ്സ് എക്സർട്ടഡ് കണ്ടുപിടിക്കുന്നതിന് നമുക്കുള്ള ഒരേ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിച്ചാൽ മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, നമ്മുടെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നോക്കി, ഈ വരുന്ന ഫ്ലൂയിഡ് ഇവിടെ വന്ന് ഇടിക്കുന്നു. ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, 2 സൈഡിലേക്കായിട്ട് തെറിച്ചു പോകുന്നു. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി എന്തായി പോകുന്നു, ഇവിടെ ഡെഡായി പോകുന്നു. ഈ വന്ന് ജെറ്റ് ഇവിടെ നമ്മളൊരു പ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്ത് ഹാച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. ഈ പ്ലേറ്റിനെ വന്ന് ഇടിച്ചിട്ട് ഈ പ്ലേറ്റിൽ നിന്ന് ഫ്ലൂയിഡ് 2 സൈഡിലേക്ക് തെറിച്ചു പോകുന്നു. ഓക്കെ, ഇനി 2 സൈഡിലേക്ക് തെറിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ ജെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, എക്സ് ഡയറക്ഷനിലുള്ള ഫ്ലോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പൊ Fx ഈസിക്കൽ ടു, ഞാൻ പറഞ്ഞു ഇതാണ് Fx ഈസിക്കൽ ടു എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇതാണ് നമ്മളുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ദാറ്റ് മീൻസ് എന്താണ്, ഇനിഷ്യൽ മൊമെന്റം മൈനസ് ഫൈനൽ മൊമെന്റം.
ബൈ റേറ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കാം, ടൈം കൊടുക്കാം. ഇനിഷ്യൽ മൊമെന്റം മൈനസ് ഫൈനൽ മൊമെന്റം ഡിവൈഡ് ബൈ ടൈം. മൊമെന്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. മാസ് ഇൻറ്റു വെലോസിറ്റി ഓക്കെ, ദാറ്റ് മീൻസ് മാസ് ഇൻറ്റു വെലോസിറ്റി. നമുക്ക് ഫസ്റ്റിൽ ഉണ്ടാകുന്ന ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് മാസ് കോമൺ ആണ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇതിനകത്ത് രണ്ടിനകത്തും നമുക്ക് മാസ് പുറത്തെടുക്കാം, മാസ് ടൈം പുറത്തെടുക്കാം. അപ്പോൾ മാസ് ബൈ ടൈം ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ദെൻ മാസ് ബൈ ടൈമിന് മാസ് ഡോട്ട് എന്ന് കൊടുക്കാം. എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി അല്ലേ. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഇനി നമുക്ക് എം ഡോട്ടിനെ നമുക്ക് ഡെൻസിറ്റി ടൈമിലേക്ക് മാറ്റാം. എം ഡോട്ടിനെ ഡെൻസിറ്റി ടൈമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ആയിരിക്കും, എം ഡോട്ട് എന്ന് വെച്ചാൽ മാസ് ബൈ സെക്കൻഡ് ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഞാൻ ഇതിന് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വോളിയത്തെ മേളിലും താഴെയായിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ആണ്. മാസ് ഇൻ ബൈ വോളിയം ഇൻറ്റു വോളിയം ബൈ സെക്കൻഡ്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ് ഇൻറ്റു വോളിയം ബൈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, വോളിയം ബൈ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഡിസ്ചാർജ് ആണ്. ക്യൂവിന് വേറൊരു ഇക്വേഷൻ എഴുതാൻ എന്താണ്, റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഡിസ്ചാർജ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ. ഏരിയയുടെ യൂണിറ്റ്സ് മീറ്റർ സ്ക്വയർ, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് മീൻസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ക്യൂബ് ആണ്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സെയിം തന്നെയാണ് വരുന്നത് അല്ലേ, ഈ ഇക്വേഷൻ സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഫോഴ്സ് ഇക്വേഷനകത്ത് ചെറിയൊരു മാറ്റം വരും. എന്താണ്, എഫ് എക്സ് ഈസ് ഇക്വൽ ടു റോ എ വി ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി അല്ലേ. അപ്പൊ ഇവിടെ നമ്മളുടെ റോ എ വി ഇനിഷ്യൽ വെലോസിറ്റി, ജെറ്റ് വന്ന് ഇടിക്കുന്ന വെലോസിറ്റി എന്താണ്, വി വെലോസിറ്റി ആണ്, ജെറ്റിന്റെ വെലോസിറ്റി വി ആണ്. ഇത് ഇടിച്ച് കഴിയുമ്പോൾ ഇവിടെ വെലോസിറ്റി എന്തായി പോകുന്നു, 0 ആയി പോകുന്നു. ഫൈനൽ വെലോസിറ്റി 0 ആയി പോകുന്നു. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഫോഴ്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഈസ് ഈക്വൽ ടു റോ എ വി സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഒരു ഫിക്സഡ് പ്ലേറ്റിന്റെ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള പ്ലേറ്റിലേക്ക് ഒരു ജെറ്റ് വന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ വെലോസിറ്റി അല്ല ഫോഴ്സ് എക്സേർട്ടഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ട സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻക്ലൈൻഡ് കണ്ടീഷൻ ആണ്. ഇൻക്ലൈൻഡ് കണ്ടീഷൻ, ഇൻക്ലൈൻഡ് പ്ലേറ്റിന്റെ കണ്ടീഷൻ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കണ്ടീഷൻ. നേരത്തെ പോലെ തന്നെ നമ്മൾ വരയ്ക്കാൻ പോവാണ്. എന്താണ്, ഇൻക്ലൈൻഡ് ആയിട്ടൊരു പ്ലേറ്റ് വരയ്ക്കുന്നു. ഇൻക്ലൈൻഡ് ആയിട്ടൊരു പ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഹാച്ച് ചെയ്ത് കാണിക്കുന്നു. ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മളുടെ ജെറ്റ്, ഒരു പൈപ്പിൽ കൂടെ ജെറ്റ് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പൈപ്പിൽ കൂടെ ജെറ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറ്റ് ചരിഞ്ഞൊരിക്കലും വരത്തില്ല. പൈപ്പ് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇതിനകത്തൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. ഇതിനകത്തൂടെ ഫ്ലൂയിഡ് വന്ന് നമ്മളുടെ ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ജെറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. നമ്മളുടെ പ്ലേറ്റ് നിൽക്കുന്നത് എന്നിട്ടാണ് ഇൻക്ലൈൻഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇത് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്, തീറ്റ എന്ന് പറയും. നമ്മളുടെ ജെറ്റും അതുപോലെ തന്നെ നമ്മളുടെ ആംഗിൾ, നമ്മളുടെ പ്ലേറ്റിന്റെ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ പറഞ്ഞവരാണ് തീറ്റ അല്ലേ. ഇനി നോക്കിക്കേ, ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്ലെയിനകത്ത് എപ്പോഴും എന്തുണ്ടാവുന്നുണ്ടോ, ഒരു നോർമൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആ നോർമൽ ഫോഴ്സ് ഞാൻ വരയ്ക്കാൻ പോവാണ്. നോർമൽ ഫോഴ്സ് എപ്പോഴും തന്നെ പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. നോർമൽ ഫോഴ്സ് എപ്പോഴും പ്ലേറ്റിന് എന്തായിട്ടായിരിക്കും വരയ്ക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ പ്രത്യേകം എന്തായിരിക്കും, എഫ് എൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. എഫ് എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാം. നോക്കിക്കേ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റയായിരിക്കും. ഞാൻ പറഞ്ഞു ഈ ആംഗിൾ ഈ പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. പെർപെൻഡിക്കുലർ മീൻസ് ഇത് പെർപെൻഡിക്കുലർ ആയിട്ടല്ല വരുന്നത്. പെർപെൻഡിക്കുലർ മീൻസ് വെച്ചാൽ എന്താണ്, ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും, 90 ഡിഗ്രി വരും. ദാറ്റ് മീൻസ് ഈ ആംഗിൾ എത്ര വരും, 90 മൈനസ് തീറ്റ എന്ന് പറയും അല്ലേ. 90 മൈനസ് തീറ്റ എന്ന് പറയും. അപ്പൊ 90 മൈനസ് തീറ്റ നമുക്ക് ആംഗിൾ കിട്ടി, നമ്മളുടെ ഡയറക്ഷൻ എഫ് ഡയറക്ഷനുള്ളത് കിട്ടി. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമ്മളുടെ ഫോഴ്സ് എക്സേർട്ടഡ് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ബേസിക്കലി വേണ്ട ഫോഴ്സ് എക്സേർട്ടഡ് ആണ്. ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നോർമൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എഴുതുകയാണ് എന്താണ്, എഫ് എൻ നോർമൽ ഈസ് ഈക്വൽ ടു നമ്മളുടെ ബേസിക് ഇക്വേഷൻ മാസ് ബൈ ടൈം, അതെന്താണ്, റോ എ വി ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി അല്ലേ. ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി എന്താണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ v മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി ആണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കി നമുക്ക് നമ്മളുടെ ജെറ്റ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ജെറ്റ് ആക്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും, എക്സ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. എക്സ് ഡയറക്ഷനിൽ വരുമ്പോൾ ഇതിന്റെ കമ്പോണന്റ് പറയുന്നത് എന്ത് വരും, ഇപ്പോൾ വെലോസിറ്റി ഏത് വെലോസിറ്റി v ആണ് പോകുന്നത് അല്ലേ. അപ്പൊ വിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കമ്പോണന്റിന്റെ എക്സ് ആക്സിലുള്ള കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇത് വരും v cos 90 മൈനസ് തീറ്റ എന്ന് പറയും, v cos 90 മൈനസ് തീറ്റ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതുന്നത് എന്താണ്, നോർമൽ ഫോഴ്സ് ഈസ് ഇക്വൽ ടു റോ എ വി, ഇനിഷ്യൽ വെലോസിറ്റി ജെറ്റ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇനിഷ്യൽ വെലോസിറ്റി, ഈ ആക്സിസിൽ ഉണ്ടാകുന്ന ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, v cos 90 മൈനസ് തീറ്റ മൈനസ് ഫൈനൽ വെലോസിറ്റി, ഈ ആക്സിസിൽ എന്തെങ്കിലും വെലോസിറ്റി ഉണ്ടാകുന്നുണ്ടോ, ഇല്ല, അവിടെ വെലോസിറ്റി 0 ആണ്. കാര്യം എന്താണ്, പ്ലേറ്റ് ഫിക്സഡ് ആണ്. അപ്പൊ എന്ത് വരും, റോ എ വി സ്ക്വയർ കോസ് 90 മൈനസ് തീറ്റ എന്ന് കിട്ടി, കോസ് 90 മൈനസ് തീറ്റ എന്ന് കിട്ടി. അപ്പൊ നമ്മളുടെ എന്ത് കിട്ടി, നോർമൽ കിട്ടി. ആ നോർമൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫോഴ്സ് തീരുമോ, ഇല്ല. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് വേണ്ടത് എന്താണ്, കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് 90 മൈനസ് തീറ്റ നമുക്കറിയാം എന്താണ്, സൈൻ തീറ്റയാണ് അല്ലേ. റോ എ വി സ്ക്വയർ സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷനിലെത്തി. ഓക്കെ, നമ്മളുടെ നോർമൽ ഫോഴ്സ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ എഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്മുടെ എക്സ് ആക്സിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. എക്സ് ആക്സിലുള്ള ഫോഴ്സ് എന്തുകൊണ്ടുണ്ട്, എഫ് എൻ മൂലം ഉണ്ടാകുന്നുണ്ട് അല്ലേ. എഫ് എൻ നോർമൽ മൂലം ഉണ്ടാകുന്നതല്ലേ നമ്മുടെ എക്സ് ആക്സിലെ ഫോഴ്സ്. ദാറ്റ് മീൻസ് എഫ് എക്സ് ഈസ് ഇക്വൽ ടു എഫ് എൻ, എക്സ് ആക്സിലെ കമ്പോണന്റ് എന്താണ് വരുന്നത്, കോസ് തീറ്റ, കോസിന്റെ ടൈം കോസ് 90 മൈനസ് തീറ്റ. അപ്പൊ എന്ത് വരും, എഫ് എൻ സൈൻ തീറ്റ. ദാറ്റ് മീൻസ് എഫ് എന്നിന്റെ വാല്യൂ എന്താണ്, റോ എ വി സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ദാറ്റ് മീൻസ് എന്താണ്, റോ എ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് ഐ എങ്ങനെ വരും, നമ്മുടെ എഫ് ഐയുടെ ടൈം എങ്ങനെയാണ് വരുന്നത് ഇല്ലേ. എഫ് ഐയുടെ ടൈം വരുമ്പോൾ എഫ് ഐ ഈസ് ഇക്വൽ ടു എഫ് എൻ, വൈ ആക്സിൽ ഉണ്ടാകുന്ന കമ്പോണന്റ് എന്തായിരിക്കും, സൈൻ കമ്പോണന്റ് ആയിരിക്കും അല്ലേ. സൈൻ 90 മൈനസ് തീറ്റ, സൈൻ 90 മൈനസ് തീറ്റ എന്താണ്, കോസ് തീറ്റയാണ് അല്ലേ. അപ്പൊ എന്തുവരും, എഫ് എൻ കോസ് തീറ്റ. എഫ് എന്നിന്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, റോ എ വി സ്ക്വയർ. എഫ് എന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, റോ എ വി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളതാണ്. റോ എ സൈൻ സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ, റോ എ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, എഫ് എക്സിന്റെ ടൈം കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ എന്താണ്, ഇൻക്ലൈൻഡ് പ്ലേറ്റ് കിട്ടി, അതുപോലെ തന്നെ ഫിക്സഡ് പ്ലേറ്റ് കിട്ടി. ഇനി നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻസ് പഠിക്കുന്ന എന്താണ്, മൂന്നാമത്തെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു എന്താണ്, മൂന്നാമത്തെ കണ്ടീഷൻസ് കർവ്ഡ് കണ്ടീഷൻസ് ആണ് ഇല്ലേ. കർവ്ഡ് കണ്ടീഷൻസ് ആണ്, കർവ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പ്ലേറ്റ് ആണ്, കർവ്ഡ് കണ്ടീഷന്റെ പ്ലേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മൂന്നാമത്തെ കേസിൽ പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കർവ്ഡ് പ്ലേറ്റ് വരയ്ക്കേണ്ടതാണ്, ഒരു കർവ്ഡ് പ്ലേറ്റ് പഠിച്ചു അല്ലേ. ഇനി ഇതിനകത്ത് തന്നെ 2-3 കൺസെപ്റ്റുകൾ വരുന്നുണ്ട്, കർവ്ഡ് പ്ലേറ്റിൽ തന്നെ 2-3 കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് കൺസെപ്റ്റ് കർവ്ഡ് പ്ലേറ്റ് ആണ്. കർവ്ഡ് പ്ലേറ്റ് എന്താണ്, സ്റ്റേഷനറി ആണ് അല്ലേ. ഞാൻ ഫിക്സ് ചെയ്തേക്കാണ്, ഈ കർവ്ഡ് പ്ലേറ്റ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, അകത്തൊന്ന് ഹാച്ച് ചെയ്യണേ, ഹാച്ച് ചെയ്തു. ഈ കർവ്ഡ് പ്ലേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ഇനി നമ്മുടെ കർവ്ഡ് പ്ലേറ്റിലേക്ക് ജെറ്റ് ആക്ട് ചെയ്യുന്നത് സെന്ററിൽ നിന്ന് ആക്ട് ചെയ്യുന്നു. നമ്മുടെ ജെറ്റ് ആക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, സെന്ററിൽ നിന്നാണ്. സെന്ററിൽ നിന്ന് പൈപ്പിലേക്ക് വരുന്നു, പൈപ്പിൽ നിന്ന് നേരെ പോയി എവിടെ ഇരിക്കുന്നു, നമ്മളുടെ കർവ്ഡ് ബ്ലേഡിലേക്ക് ഇരിക്കുന്നു. അപ്പൊ നോക്കി, ഫസ്റ്റ് കേസ് എന്താണ് വരുന്നത്, കർവ്ഡ് പ്ലേറ്റ് ആയിരിക്കും, ഫിക്സഡ് പ്ലേറ്റ് ആയിരിക്കും, ജെറ്റ് ആക്ട് അറ്റ് സെന്റർ അല്ലേ. ജെറ്റ് ആക്ട് അറ്റ് സെന്റർ ആണ്. അപ്പൊ വെള്ളം വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നുണ്ടോ, ഇല്ല, ഇത് 2 സൈഡിലായിട്ട് തെറിച്ചു പോകുന്നു അല്ലേ, 2 സൈഡായിട്ട് തെറിച്ചു പോകുന്നു. അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന ഒരു ലിക്വിഡിന്, ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന ഒരു ലിക്വിഡിന് എപ്പോഴും 2 കമ്പോണന്റ് ആണുള്ളത്. ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ്. ഇപ്പം ഈ വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ ആ വി വെലോസിറ്റി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2 കമ്പോണന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 2 കമ്പോണന്റ്, ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്. വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ കമ്പോണന്റിനെ വി കോസ് തീറ്റ എന്ന് പറയുന്നു, ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ വി കോസ് തീറ്റ എന്ന് പറയുന്നു, വെർട്ടിക്കൽ കമ്പോണന്റിനെ വി സൈൻ തീറ്റ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഫോഴ്സ് ഈസ് ഇക്വൽ ടു എഫ് എക്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ഡയറക്ഷൻ. എഫ് എക്സ് ഈസ് ഇക്വൽ ടു നമുക്കറിയാം എം ഡോട്ട് എന്താണ്, എം ഡോട്ട് റോ എ വി ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി. ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ത് മാത്രമേ ഉള്ളൂ, വി മാത്രമേ ഉള്ളൂ, വി മൈനസ് എന്താണ് അടുത്തത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു 2 കമ്പോണന്റ് ഉണ്ടെന്ന് പറഞ്ഞു. വി കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും വി സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഇവിടുത്തെ എക്സ് ആക്സിൽ ഉണ്ടാകുന്ന കമ്പോണന്റ് ഏതാണ്, വി കോസ് തീറ്റയാണ്, വി കോസ് തീറ്റ. ശ്രദ്ധിക്കുക, നമ്മുടെ ജെറ്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജെറ്റ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു മൈനസ് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, റോ എ വി വി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വി കോസ് തീറ്റ
ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? റോ എ വി സ്ക്വയർ 1 പ്ലസ് കോസ് തീറ്റ എന്ന് വരും. റോ എ വി സ്ക്വയർ 1 പ്ലസ് കോസ് തീറ്റ വരും. ഇത് ഏത് ഡയറക്ഷനിലാണ്? ജെറ്റിന്റെ എക്സ് ഡയറക്ഷനിലുള്ളതാണ്. ഓക്കെ, ഇനി കേസ് 2, നമ്മളുടെ കേസ് 2 പഠിക്കാൻ പോകണം. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് കേസ് 2. കേസ് 2, the force exerted by jet, curved stationary, then curved stationary ആയ മാത്രം പോരാ, എന്താണ്? when jet strike എവിടാണ്? ടാൻജന്റ്ലി, ഒരു എൻഡിലൂടെയാണ് നമ്മളുടെ ഫ്ലൂയിഡ് അകത്തേക്ക് കയറുന്നത്. കൂടാതെ ഒരു കണ്ടീഷൻ പറയുന്നത് ദ പ്ലേറ്റ് ഈസ് സിമ്മട്രിക്. എന്താണ് സിമ്മട്രിക് എന്ന് പറയുന്നത്? എന്താണ്? നമ്മളൊരു ഹാഫ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഹാഫ് സെക്ഷന് മുകളിലേക്കുള്ളതും താഴേക്കുള്ളതുമായിട്ടുള്ള കർവിന്റെ ഡയമെൻഷൻസ് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള പ്ലേറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? കർവിഡ് അല്ലെ സിമ്മട്രിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ഫിക്സഡ് പ്ലേറ്റ് എടുത്തു, അത് സിമ്മട്രിക് എന്ന് പറഞ്ഞു. സിമ്മട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? അകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് ഇറങ്ങുന്ന ആംഗിൾ സെയിം ആണ്. അകത്തേക്ക് കയറുന്ന ആംഗിളും പുറത്തേക്ക് കയറുന്ന ആംഗിൾ സെയിം ആണ്. ഞാൻ എന്ത് കൊടുത്തു? തീറ്റ എന്ന് കൊടുത്തു, ഇല്ലേ? അപ്പൊ ടാൻജന്റ് ആയിട്ടാണ് അകത്തേക്ക് കയറുന്നു പറഞ്ഞു. അപ്പൊ ടാൻജന്റ് ആയിട്ട് ഞാൻ കയറുവാണ് അകത്തേക്ക്, ഫ്ലൂയിഡ് അകത്തേക്ക് കയറുന്നു. ചരിഞ്ഞ് കയറുന്ന ഒരു ഫ്ലൂയിഡിന് 2 കമ്പൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു വെർട്ടിക്കൽ കമ്പൗണ്ടും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ കമ്പൗണ്ടും ഉണ്ട്, അല്ലേ? വെർട്ടിക്കൽ കമ്പൗണ്ടിനെ ഞാൻ എന്ത് കൊടുത്തു? വി സൈൻ തീറ്റ എന്ന് കൊടുത്തു. ഹൊറിസോണൽ കമ്പൗണ്ടിനെ ഞാൻ കൊടുത്തു വി കോസ് തീറ്റ എന്ന് വെച്ചു. എന്തുകൊണ്ടാണ് തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് കയറുന്ന ആംഗിൾ തീറ്റയാണ്, പുറത്തേക്ക് ഇറങ്ങുന്ന ആംഗിൾ തീറ്റയാണ്, അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വി കോസ് തീറ്റ വി സൈൻ തീറ്റ. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും വരുന്നത്? എഫ് എക്സ് ഈസ് ഈക്വൽ ടു റോ എ വി, എന്താണ്? മാസ് ബൈ ടൈം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് വരുന്നത്? അകത്തേക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് കയറുന്ന ഫ്ലൂയിഡ് അല്ലേ? അതിന്റെ എക്സ് ഡയറക്ഷനുള്ള കമ്പൗണ്ട് എന്താണ്? വി കോസ് തീറ്റ മൈനസ് ഇവിടെ എന്താണ് പുറത്തേക്ക് വരുന്നത്? മൈനസ് വി കോസ് തീറ്റ. എന്തുകൊണ്ടാണ് അവിടെ മൈനസ് കൊടുത്തത് നിങ്ങൾക്കറിയാം. എന്താണ്? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, നമുക്ക് വരുന്ന ഡയറക്ഷനേക്കാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തിരിച്ചു പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ എഴുതാം റോ എ വി കോസ് തീറ്റ പ്ലസ് വി കോസ് തീറ്റ. അപ്പൊ എന്ത് വരും? വി കോസ് തീറ്റ പ്ലസ് വി കോസ് തീറ്റ എന്താണ്? ഒരു കോസ് തീറ്റ ഒരു കോസ് തീറ്റ ഒരു വി കോസ് തീറ്റ ഒരു വി കോസ് തീറ്റയുടെ കൂട്ടുമ്പോൾ എന്താണ് നമുക്ക് വരുന്നത്? 2 വി കോസ് തീറ്റ എന്ന് എഴുതാം, അല്ലേ? 2 വി കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പൊ എന്താ എഴുതാം? 2 റോ എ വി സ്ക്വയർ കോസ് തീറ്റ എന്ന് എഴുതാം. 2 റോ എ വി സ്ക്വയർ കോസ് തീറ്റ എന്ന് പറയാം. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ എഫ് വൈയുടെ ഇക്വേഷൻ വരും. എഫ് വൈ ഈസ് ഈക്വൽ ടു റോ എ വി വെർട്ടിക്കൽ കമ്പൗണ്ട് എന്താണ്? വി സൈൻ തീറ്റ. അടുത്ത എന്താണ്? എക്സിറ്റിലുള്ള വെർട്ടിക്കൽ കമ്പൗണ്ട് വി സൈൻ തീറ്റ. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ഇല്ല, മേലോട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെയും മേലോട്ട് തന്നെയാണ് പോകുന്നത്. മൈനസ് ഇടേണ്ട ആവശ്യമില്ല. വി കോസ് സൈൻ തീറ്റ മൈനസ് വി സൈൻ തീറ്റ എന്താണ് വരുന്നത്? 0. അപ്പോൾ എഫ് വൈയുടെ ടൈം അവിടെ എന്തായി പോകും? 0 ആയി പോകും. എഫ് വൈയുടെ ടൈം അവിടെ 0 ആയി പോകും. ഇപ്പൊ നമ്മൾ കേസ് 1 പഠിച്ചു, കേസ് 2 പഠിച്ചു. ഇനി കേസ് 3, മൂന്നാമത്തെ കേസ്. ഇതും സെയിം പോലെ തന്നെയാണ്. മൂന്നാമത്തെ കേസിലും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കർവ്ഡ് ബ്ലേഡ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്ത് വെക്കുന്നു. കർവ്ഡ് ബ്ലേഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്ത് വെക്കുന്നു. ടാൻജന്റ് ആയിട്ടാണ് നമ്മുടെ ഫ്ലൂയിഡ് കയറുന്നത്. പക്ഷേ ഇത് സിമ്മട്രിക് അല്ല, അൺസിമ്മട്രിക് ആണ്. എന്താണ് അൺസിമ്മട്രിക് എന്ന് പറഞ്ഞാൽ? കയറുന്ന ആംഗിളും പുറത്തേക്ക് ഇറങ്ങുന്ന ആംഗിളും തമ്മിൽ എന്താണ്? ഡിഫറൻസ് ആണ്. അപ്പൊ അകത്തേക്ക് കയറുന്നത് ഞാൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആംഗിൾ എന്തായിരിക്കും? ഫൈ എന്ന് കൊടുക്കാം. തീറ്റ ഫൈ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇൻക്ലൈൻഡ് ആയിട്ട് കയറുമ്പോൾ 2 കമ്പൗണ്ട് ഉണ്ട് പറഞ്ഞു. ഒരു വെലോസിറ്റി കമ്പൗണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പൗണ്ട് ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പൗണ്ട്. എന്താണ്? വി കോസ് തീറ്റയും വി സൈൻ തീറ്റയും. പുറത്തേക്ക് ഇറങ്ങുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. അപ്പൊ 2 കമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? വി കോസ് ഫൈയും വി സൈൻ ഫൈയും. അപ്പൊ നമുക്ക് നമ്മളുടെ ഫൈയും നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ എന്താണ്? എഫ് എക്സ് ഈസ് ഈക്വൽ ടു റോ എ വി ഇനിഷ്യൽ വെലോസിറ്റി ചരിഞ്ഞകത്തേക്ക് കയറുമ്പോൾ എന്താണ്? വി കോസ് തീറ്റ മൈനസ് ഡയറക്ഷൻ ഈ ഡയറക്ഷനിൽ നിന്ന് ഈ ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. മൈനസ് ഓഫ് വി കോസ് ഫൈ. അപ്പൊ എന്തെന്ന് എഴുതാം? റോ എ വി കോസ് തീറ്റ പ്ലസ് വി കോസ് ഫൈ, ഇല്ലേ? അപ്പൊ വി ഇങ്ങനെ പുറത്തെടുക്കാൽ എന്താണ്? റോ എ വി സ്ക്വയർ കോസ് തീറ്റ പ്ലസ് കോസ് ഫൈ എന്ന് എഴുതാം. നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി, അല്ലേ? ഇനി നമുക്ക് വേണ്ട എന്താണ്? എഫ് വൈ കണ്ടുപിടിക്കണം. എഫ് വൈ ഈസ് ഈക്വൽ ടു റോ എ വി. വൈയുടെ ടൈം പറഞ്ഞാൽ എന്ത് വരും? വി സൈൻ തീറ്റ മൈനസ് വി സൈൻ ഫൈ. അപ്പൊ എന്ത് വരാം നമ്മുടെ ഇക്വേഷൻ? റോ എ വി സ്ക്വയർ സൈൻ തീറ്റ മൈനസ് സൈൻ ഫൈ.
ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ബേസിക്കലി നമ്മളുടെ ഫിക്സഡ് പ്ലേറ്റിനകത്ത് വരുന്ന കുറെ കണ്ടീഷൻസ്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഫിക്സഡ് പ്ലേറ്റിന്റെ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യാം, അതിനുശേഷം മൂവിംഗ് പ്ലേറ്റ് ചെയ്യാം. താങ്ക് യു.